ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുമോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അതുട്ടിക്കും അമ്മയ്ക്കൊക്കെ സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ വണ്ടി പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലേ, ഒന്നിന് പുറകെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതുട്ടിക്ക് പനി പിടിച്ചു. ഞാൻ കൊടുത്തതാണ് കേട്ടോ പനി, വേറെ ആരും കൊടുത്തല്ല, അമ്മ കൊടുത്താണ് പനി അല്ലേ. ആ, ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ട് വന്നതാണ് കേട്ടോ. ഉണ്ണിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണമായിരുന്നു സ്കൂളിൽ പോകാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ്. പിന്നെ വണ്ടി വിളിച്ചാണ് അസുഖങ്ങൾ വരുന്നത് കേട്ടോ. ചുമ പോയില്ലേ? ചുമയില്ലായിരുന്നു കേട്ടോ, ഇത്ര നേരം ചുമയൊന്നും ഇല്ലായിരുന്നു. ചുമയുടെ മരുന്നുണ്ട്, ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് പനിയായിരുന്നു കേട്ടോ, എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് പനിയായിട്ട് ഞാൻ ആദൂട്ടിക്ക് വരില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ആദൂട്ടിക്ക് പനി വരില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് 2 ദിവസം എനിക്ക് പനിച്ചു. ജലദോഷമായിരുന്നു കേട്ടോ. കാരണം ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അങ്ങനെ തണുപ്പത്ത് പോയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ജലദോഷം പിടിച്ചു. ആ ജലദോഷം ഞാൻ ആദൂട്ടിക്ക് മരുന്നൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. എന്നാലും ആദൂട്ടിക്ക് പിടിക്കൂല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിശ്വാസത്തിനെയൊക്കെ മറികടന്നു ഇന്നലെ മിനിയാന്ന് രാത്രി ആയപ്പോഴത്തേക്കും ആദൂട്ടിക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കൂക്കുംപാളയം നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നിടത്തല്ല ഇപ്പോൾ ആദൂട്ടീനെ ഡോക്ടറെ കാണിക്കുന്നത്. കൂക്കുംപാളയം ഒരു സിസ്റ്ററെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി സിസ്റ്ററിനെ കാണിച്ചു. സിസ്റ്റർ എന്നോടൊന്നും കുഴപ്പമൊന്നുമില്ല, കഫക്കെട്ടൊക്കെ ഒന്നുമില്ല, അപ്പം ആൻറ്റിബയോട്ടിക് തരാം, കുറഞ്ഞില്ലെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ ആദൂട്ടിക്ക് അത്യാവശ്യം പനിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ തുടങ്ങി. ചുമയില്ല കേട്ടോ, കഫക്കെട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കള്ളച്ചുമ ഇപ്പോൾ എവിടുന്നോ വരുന്നുണ്ട്. അത് എവിടുന്നാണ് വരുന്നത്? ക്ഷീണത്തിലാണ്. പിന്നെ ആദ്യമേ ഒരു പനി വന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ആയതുകൊണ്ടും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ റാഗിയുടെ കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ണിക്കുട്ടൻ ഓക്കെയാണ്, ഉണ്ണിക്കുട്ടൻ ഓക്കെ അല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ ഓക്കെയാണ്, ഉണ്ണിക്കുട്ടന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച തൊട്ട് സ്കൂളിൽ പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച തൊട്ട് സ്കൂളിൽ പോകണം. പിന്നെ കൂടി അനിയനും പോകുന്നുണ്ടോ? ഇന്നിപ്പോൾ പിന്നെ ആദൂട്ടിനെ സ്കൂളിൽ വിടണം അല്ലേ. പിന്നെ അമ്മ ഫ്രീ ആയി. പക്ഷേ സ്കൂളിൽ പോകുന്നുണ്ടോ? ആണോ? ഈ ചുമ ഇപ്പോൾ വന്നതാണ് കേട്ടോ, ഒരു ചുമ, അല്ല ചുമയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓ ചിരിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിക്കളുടെ എല്ലാവരുടെയും വർത്താനം പറയുന്നതാണ്. ഇനിയിപ്പോൾ ആദൂട്ടി ഇത് പാർക്കൊക്കെ പകർന്നു കൊടുക്കുമെന്ന് എനിക്കറിയാൻ മേല. ഉണ്ണിച്ചേട്ടന് കൊടുക്കുമോ പനി? ഉണ്ണിച്ചേട്ടന് കൊടുക്കുമോ? തരില്ല കേട്ടോ. മാളി ചേച്ചിക്കോ? ആ, മാളി ചേച്ചിക്ക് കൊടുക്കും. ഉണ്ണിച്ചേട്ടന് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവാവ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 2 ദിവസം കൂടുമ്പം കഴുത്ത് താഴ്ത്തി കിട്ടില്ലേ, ഞാൻ 2 ദിവസം കൂടുമ്പോൾ ലോങ് വീഡിയോ ഇടുമെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സാഹചര്യം കൊണ്ട് ലോങ് വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഇട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഇനിയിപ്പം ആദൂട്ടിക്ക് എല്ലാവരും പനി കുറഞ്ഞോ അസുഖം കുറഞ്ഞോ എങ്ങനെയുണ്ടെന്നൊക്കെ ഒരുപാട് പേര് കേട്ടോ, ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും കൂടി അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റില്ല. എപ്പോഴും വാട്സപ്പിൽ എനിക്ക് ഒരുപാട് മെസ്സേജിന് മറുപടി പറയാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. വണ്ടി വിളിച്ച് ഓരോന്ന് വരുമായിരുന്നു. പിന്നെ മാളൂസിന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഇന്ന് മൈഗ്രെയിന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം അത് കുഴപ്പമില്ല, ഓവർ ടെൻഷൻ ഒഴിവാക്കാൻ പറഞ്ഞു, പഠിത്തത്തിൻ്റെ ടെൻഷൻ ഒഴിവാക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടൻ ആദ്യത്തെക്കാളും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടനെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട്. ആളിവിടെ ഉണ്ട്. ഉണ്ണിക്കുട്ടന് ക്ലാസ്സില്ലായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിൽ എന്താ പരിപാടി ഉണ്ണി? കബഡി മത്സരം. സ്കൂളിൽ കബഡി മത്സരം ആയതുകൊണ്ട് പിള്ളേരോടൊന്നും ചെല്ലണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോയിട്ടില്ല. ഇന്നിപ്പോൾ കബഡി മത്സരം കാണാൻ പോകുന്നുണ്ടോ? ആദൂട്ടിയും ഉണ്ണിക്കുട്ടൻ്റെ ടീച്ചറിൻ്റെ ഒരു മോനും കൂടി കബഡി മത്സരം കാണാൻ പോകുമെന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ചെറിയൊരു കുടിക്കുണ്ടായിരുന്നു, നാളെ അവിടെ പൊട്ടിച്ചിട്ടിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതാണ് 9, 1, 2, 3 എന്നൊക്കെ കേൾക്കുന്നത്. ഒത്തിരി പേര് ആദൂട്ടിക്ക് കുറഞ്ഞോന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വരില്ല, വേറെ എന്തെങ്കിലും വീഡിയോ ഇടുള്ളൂ. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരോടും
നമ്മുടെ സ്നേഹം മാത്രം. പിന്നെ നമ്മുടെ ലൈവിലെ കാര്യങ്ങൾ ലൈവ് അറിയാത്തവർക്കും അറിയാണ്. നമ്മൾ 2:30-ക്കും 3:30-ക്കും ഉള്ളിൽ നമ്മൾ ലൈവ് ഉണ്ടാവും കേട്ടോ. അറിയാത്തവരോടായിട്ടാണ് പറയുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ലൈവ് ഞങ്ങൾ അറിഞ്ഞില്ല ചേച്ചി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അമ്മേനിപ്പോൾ ചുമച്ചിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പനി തന്നുകൊണ്ട് നീ എനിക്ക് ചുമ തരുമോ? ഞാൻ പനി തന്നു, നീ എനിക്ക് ചുമ തരുമോ? എനിക്ക് ചുമ തരുമോ എനിക്ക്? ഞാൻ ഓർക്കുമായിരുന്നു കോഴി എന്താ കൂകാത്തേന്ന്. എന്തായാലും കൂകി, സമാധാനമായി. കോഴി കൂകിയില്ലെന്നുള്ളൊരു വിഷമം വേണ്ട ഇനി. അങ്ങനെ എന്താണ് കിച്ച് തൊണ്ടല്ലോ കിച്ച്. പനിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നലത്തെ കൊണ്ട് ആ പനിയും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും എല്ലാവരും ഓർക്കും വാ വിളിച്ചെന്ന്. പിന്നെ അതുകൊണ്ടിക്ക് ഒരു ഇച്ചിരി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തുള്ളി വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ട്. ഒരുപാട് നമ്മൾ ആ കുട്ടീനെ വെച്ചുകൊണ്ടിരിക്കുകയല്ല, ഇവിടുത്തെ ആശുപത്രി കൊണ്ടുപോയിട്ടൊന്നും വെച്ചുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് എവിടെ നിന്നാണോ നല്ല മരുന്ന് കിട്ടുന്നത് അവിടെ പോയി മരുന്ന് മേടിച്ചിട്ടേക്കും പോരുള്ളൂ. അവിടെ പെട്ടെന്ന് നല്ല മരുന്ന് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോവും. അപ്പോൾ നമുക്കിപ്പോൾ കൂക്കുംപാളയാണ് കേട്ടോ, ചുരത്തിൻ്റെ അപ്പുറം വരണം കൂക്കുംപാളയം. അപ്പോൾ അവിടെ പോയി നമ്മൾ മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് മരുന്ന് കൊടുത്ത് ഉഷാറായി ഇവിടെ ഇരിപ്പുണ്ട് അമ്മേനെ നോക്കി. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ പറയൂ അല്ലേ? എല്ലാവരും വിശേഷമൊക്കെ എന്താണെന്ന് ചോദിച്ചേ? കുഞ്ഞാവേനോട് പറഞ്ഞു പോയതാണ്. കുഞ്ഞാവേനോട് വേറെ എല്ലാവരുടെയും വിശേഷമൊക്കെ എന്താണ്? ചെറിയൊരു ജലദോഷമായിരുന്നു കേട്ടോ. അത് ഞാൻ കൊടുത്ത ജലദോഷമായിരുന്നു, മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. മെസ്സേജ് അയച്ച് ആർക്കെങ്കിലും മറുപടി തരാത്തുണ്ടെങ്കിൽ സോറി കേട്ടോ. എനിക്ക് ഒരുപാട് വാട്സപ്പ് മെസ്സേജിന് മറുപടി തരാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കി സമയം കിട്ടാം എൻ്റെ അടുത്തോ വേറൊന്നും ആയിട്ടല്ല. അപ്പോൾ നമ്മൾ പതിപോലെ ലവ് ഉണ്ട്, ലൈവ് ഉണ്ടേ. എന്നാൽ കൊച്ചില്ല, ഞാൻ ലൈവ് വരാം കേട്ടോ. കൊച്ചിന് ചെയ്യണം, കൊച്ചിന് ഞാൻ ഇട്ടിട്ടേ പുറത്ത് പോയി വന്നേ ഉള്ളേ. അതുട്ടിയുടെ സ്കൂളിലൊക്കെ അമ്മയൊന്ന് പോയി. അതുട്ടിയുടെ ടീച്ചറൊക്കെ ഉണ്ടു. ടീച്ചർ ആദൂട്ടൻ എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്കൂളിൽ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റൂല, കൊച്ചിന് കിച്ചാന്ന് പറഞ്ഞു ടീച്ചറോട്. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് വന്നു കേട്ടോ. അങ്ങനെ ശരി കേട്ടോ. ആദൂട്ടിയുടെ സ്കൂളിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു കുറേ ആയി എന്നെ ആദൂട്ടിയുടെ അരി വാങ്ങാൻ വേണ്ടി വിളിക്കുന്നു. അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് പോകാതിരുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ മാളുകൊച്ചിനെ സ്കൂളിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് പോയത്. ടീച്ചർ എന്നെ കൈയോടുകൂടി പൊക്കിപ്പോയി. ആദൂട്ടിയുടെ പേരിലുള്ള അരിയൊക്കെ തന്നു വിട്ടു കേട്ടോ. ആദൂട്ടിക്ക് അരിയുണ്ട്, ഓണത്തിൻ്റെ അരിയുണ്ട്, 4 കിലോ 5 കിലോ കൊണ്ട് അരി തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓഹോ, സ്കൂളിൽ നിന്ന് അരിയൊക്കെ കിട്ടാൻ തുടങ്ങിയോ ചേട്ടന് അരിയൊക്കെ കിട്ടാൻ തുടങ്ങിയോ? വലിയ ചേട്ടനായിട്ടോ, അരിയൊക്കെ മേടിക്കാൻ തുടങ്ങി സ്കൂളിൽ നിന്നേ. ആണോ സ്കൂളിൽ നിന്ന് അരിയൊക്കെ വാങ്ങാൻ തുടങ്ങിയോ? സ്കൂളിൽ നിന്ന് അരിയൊക്കെ മേടിക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ എന്നാ ഇപ്പം തന്നെ സ്കൂളിൽ പോന്നേ? അമ്മ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വരട്ടെ സ്കൂളില്. നമ്മുടെ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ആദൂട്ടിക്ക് പനി കുറഞ്ഞോന്ന് ചോദിച്ച് എല്ലാവരും ചോദിച്ച് മെസ്സേജ് വിടുന്നുണ്ട്. അതുകൊണ്ടാണ്. ആദൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ആദൂട്ടി സുഖമായിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് സുന്ദരൻ്റെ. അപ്പം നമ്മൾ എന്തായാലും 2 മണിക്കല്ലേ, എപ്പോഴാണ് ലൈവ് വന്നേ? 2:30 ലൈവ് വരും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.